the Archetypes of Literature by Northrop Frye. This will be a paragraph-wise explanation. For this purpose, I have divided the essay into different paragraphs. So first one, it's almost like before the beginning of the essay, we can see some introductory narration on the side of the writer. അപ്പോൾ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ മോഡിൽ നമ്മൾക്ക് ആദ്യത്തെ ഒരു 4 പാരഗ്രാഫ് ആ രീതിയിലാണ്. അതായത് ഫ്രൈയുടെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഫ്രൈയുടെ ഒരു സ്റ്റാൻഡിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ക്രിറ്റിസിസം ഇൻ ജനറൽ എങ്ങനെയാണ് ഈ ഒരു എസ്സേ നോക്കിക്കാണുന്നത്, ഹൗ ഇറ്റ് അപ്രോച്ചസ് ദി ആക്ട് ഓഫ് ക്രിറ്റിസൈസിങ്. ദാറ്റ്സ് വാട്ട് വി ഗെറ്റ് ഇൻ ദി ബിഗിനിങ്. സോ പാരഗ്രാഫ് നമ്പർ 1 ഈ രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പാരഗ്രാഫ് 1, 2, 3 ഈ രീതിയിൽ പറയും. സോ ഓരോ സെഷനിലും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന അത്രയും പാരഗ്രാഫ്സ് പറയും. ദെൻ ലേറ്റർ ദ കണ്ടിന്യൂഷൻ വിൽ കം അക്രോസ് ആസ് കണ്ടിന്യൂസ് ചാപ്റ്റേഴ്സ്, ലൈക്ക് ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് ഇത് പറഞ്ഞു പോവുക. ഫസ്റ്റ് വൺ, ടു സീ ആൻഡ് ടു സ്റ്റഡി ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്സ് ആർ ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസസ്. പറയുന്നത് കാണുക, കാഴ്ചയിൽ നേരിട്ടൊരു കാര്യം കാണുന്നതും അതെങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നതെന്നത് ബയോളജിക്കലി നമ്മളതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ദ ഫങ്ഷനിങ് ഓഫ് ഐ ഇതൊക്കെ പഠിച്ചുകൊണ്ട് അത് അങ്ങനെ ആ രണ്ടും തമ്മിലും അത് രണ്ടും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അതെ, സോ അതേപോലെയാണ് ടു എൻജോയ് എ നോവൽ ആൻഡ് ടു ക്രിട്ടിസൈസ് ഇറ്റ് ആർ ഈക്വലി ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ പറയും, അതായത് ഒരു റീഡിങ് ഫോർ ദ സേക്ക് ഓഫ് റീഡിങ് അല്ലെങ്കിൽ ഫോർ ദ എൻജോയ്മെൻറ്റ് നമ്മളത് വായിക്കുന്നതും ഈവൻ വെറുതെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വായിക്കുമ്പോൾ പോലും നമുക്ക് ആ ഡിഫറൻസ് അറിയാം. അപ്പം അതേപോലെയാണ് ഒരു പേർപ്പസാണ്. ക്രിട്ടിസൈസിങ് ഈസ് ടു ഹാവ് എ ഡിഫറെൻറ്റ് ഒരു മെത്തേഡേ മാറ്റമാണത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾക്കിപ്പോൾ ഒരു കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വി ആർ ഇൻവോൾവ് ഇൻ ദാറ്റ്, we are part and parcel of that. But what about learning the principles of optics? That's something different, right? അപ്പം അതേപോലെയാണ് ഒരു നോവല് എൻജോയ്മെൻറ്റിന് വേണ്ടി വായിക്കുക, അല്ലെങ്കിൽ നോവൽ വായിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റും അത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അതിലൂടെ വരുന്ന ഒരു തരത്തിലുള്ള വേറൊരു തരം എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സോ സീയിങ് ആൻഡ് എൻജോയിങ് കനോട്ട് ബി ടോട്ട്. അതുകൊണ്ട് തന്നെയാണ് സീയിങ് ആൻഡ് എൻജോയിങ് നമ്മളോട് കാണാൻ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇഫ് വി പോസസ് ദാറ്റ് ഐസൈറ്റ്, ഒരു കാഴ്ചശക്തി എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു നോവൽ റീഡിംഗ് എന്ന് പറയുന്നത്, വി പോസസ് ദി നോളജ് ഓഫ് ദി നോവൽ, ദ ലാംഗ്വേജ് ഇൻ വിച്ച് എ നോവൽ ഇസ് റിട്ടൺ, വി ക്യാൻ എൻജോയ് ദാറ്റ്. അത് രണ്ടും പഠിപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഫിസിക്സ് ആൻഡ് ക്രിറ്റിസിസം ക്യാൻ ബി. അതേസമയം ഇതിൻ്റെയൊക്കെ, അതായത് ഒരു സയൻറ്റിഫിക് ഒരു ഏരിയയാണ് ഫിസിക്സ്, അല്ലെങ്കിൽ ഒപ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഫിസിക്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ക്രിറ്റിസിസവും നമ്മൾക്ക് പഠിക്കാൻ പറ്റും. So nobody mistakes the expression I feel cold for a statement about the nature of heat, but similar statements applied to literature are called criticism. I feel cold എന്ന് പറയുമ്പോൾ അതിന് ഒരിക്കലും ഒരു ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു, നമ്മൾ ഒരിക്കലും ആ നോഷനിലേക്ക് പോവില്ല. ഐ ഫീൽ കോൾഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ സെൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പെട്ടെന്ന് തോന്നും. ഒരിക്കലും നമ്മൾ അതിനെ ഒരിക്കലും ഒരു സയൻറ്റിഫിക് അതിൻ്റെ പെട്ടെന്ന് തന്നെ നമ്മൾ വെതർ കണ്ടീഷൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇതിലേക്കൊന്നും നമ്മൾ പോവില്ല. അപ്പോൾ അതുപോലെയാണ്. ബട്ട് സിമിലർ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്ലൈഡ് ടു ലിറ്ററേച്ചർ ആർ കോൾഡ് ക്രിറ്റിസിസം. പക്ഷേ അതേപോലെ നമ്മൾ ലിറ്ററേച്ചറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചില ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് രണ്ട് രീതിയിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള തലങ്ങളിലേക്കും എടുക്കാൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ളതിനെയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ ലൈക്ക് ദ ഫിസിക്കൽ വേൾഡ് ഈസ് എൻ ഇൻഎക്സോസ്റ്റിബിൾ സോഴ്സ്. ലിറ്ററേച്ചർ നമ്മൾക്കറിയാം, ദാറ്റ് ഇസ് എ വാസ്റ്റ് സോഴ്സ്, ഇറ്റ്സ് എൻ ഇൻഎക്സോസ്റ്റിബിൾ സോഴ്സ് ഓഫ് ന്യൂ ഡിസ്കവറീസ്. ആൻഡ് ക്രിറ്റിസിസം like physics can be assumed to be a totally intelligible science, an organized body of knowledge. അപ്പോൾ ഈ ലിറ്ററേച്ചർ എത്രമാത്രം വാസ്റ്റ് ആണോ, അതായത് പുതിയ പുതിയ ന്യൂ ഡിസ്കവറീസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്, ന്യൂ പ്ലെയിൻസ് ഓഫ് ദ എക്സ്പീരിയൻസ്, എന്തും, അതായത് നത്തിങ് ഈസ് ദർ ദാറ്റ് കനോട്ട് ബി ഡിസ്കസ്ഡ് ബൈ ലിറ്ററേച്ചർ എന്ന് പറയാനുള്ള കാരണം അത്രയും അതിന് എക്സ്പ്രസീവ് പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം പോലെ തന്നെയാണ് അതിൻ്റെ ക്രിറ്റിസിസം ലൈക്ക് ഫിസിക്സ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി എ ടോട്ടലി ഇൻ്റലിജിബിൾ. അതൊരു ഇൻ്റലിജൻഷ്യ പാർട്ടാണ്. അത് കുറച്ചും കൂടി നമ്മൾ
ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മളെ ഒരു faculty of thinking that is needed there, like science, an organized body of knowledge. അതുകൊണ്ടാണ് അതിനെ ഒരു ഓർഗനൈസ്ഡ് ബോഡിയാണ്. ഇറ്റ്സ് എൻ ഇവാലുവേഷൻ, ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ദ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഇൻ എ വെരി മെത്തഡോളജിക്കൽ മാനർ. നമ്മളൊരിക്കലും ഒരു വേവാർഡായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എ കമൻറ്ററി ഓൺ സംതിങ് ദാറ്റ് വി റീഡ് ഓർ വി കം അക്രോസ് എനി ഡിസ്കോഴ്സ്, ഏത് ഡിസ്കോഴ്സിനെ പറ്റി പറയുമ്പോഴും ഒരിക്കലും അത് ഒരു വെറുതെ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ക്രിറ്റിസിസത്തിൻ്റെ അണ്ടറിൽ വരില്ല. കാരണം അതിനൊരു മെത്തഡോളജിക്കൽ അനാലിസിസ് വേണം, അതിനൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ് വേണം. ഓൺലി ദെൻ ഇറ്റ് ക്യാൻ ബി. അതുകൊണ്ടാണ് അതിനൊരു സയൻസിൻ്റെ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നത്. ഒരിക്കലും അത് നമ്മളിപ്പം ഒരു ലിറ്റററി വർക്ക് ആകുമ്പം അതിൽ ഈവൺ ദ മിസ്റ്റേക്സ് ഇൻ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മിസ്റ്റേക്സിനെ പോലും കാണുക. കൊളോക്കിയൽ way of using colloquial style, deliberately subverting the grammar rules. ബട്ട് അങ്ങനെയൊന്നുമല്ല. ക്രിറ്റിസിസത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വർക്കിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, അത് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള റീഡിങ് ആവാം. പക്ഷേങ്കിൽ ആ ഒരു റീഡിങ്ങിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു കാര്യം എഴുതുമ്പോൾ വൺസ് വി ആർ കമൻറ്റിങ് ഓൺ എ ലിറ്റററി വർക്ക്, ദറ്റ് ഷുഡ് ബി ഹാവ് ആ കമൻറ്ററിക്കൊരു മെത്തഡോളജി, ദാറ്റ് ഈസ് മസ്റ്റ്. അതുകൊണ്ടാണ് അതിനൊരു സയൻസിൻ്റെ നേച്ചർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കാനുള്ള റീസൺ. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് 1 ഓഫ് ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. ഇത് ശരിക്കും ആ എസ്സേയുടെ പാരഗ്രാഫല്ല, എസ്സേനെ പറ്റി അബൌട്ട് ദ എസ്സേ വി ഗെറ്റ് എ നോഷൻ. എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് ആദ്യം പറയണം. കാരണം ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ടേം വിത്തൗട്ട് ഡിഫൈനിങ് ഓർ വിത്തൗട്ട് ഹാവിങ് എ പ്രോപ്പർ നോഷൻ അബൌട്ട് ദറ്റ് യു വോണ്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ് വിത്ത് ദ ഫർദർ. അതാണ് മറ്റുള്ളൊരു ആക്ഷൻ. അതിനെപ്പറ്റി കൂടുതൽ പറയണമെങ്കിൽ അതെന്താണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് അറിയണം. സോ ദിസ് ഈസ് എൻ അറ്റംപ്റ്റ് എസ്സേ. ബിഫോർ മൂവിങ് ടു ദ മെയിൻ പാർട്ട് ഓഫ് ദി എസ്സേ വി ഗെറ്റ് 4 ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വി വിൽ മൂവ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. The Archetypes of Literature, paragraph number 2, explanation. This basic assumption underlies Northrop Frye's prodigious output of essays and books. This early essay is representative of and wholly consistent with his theory of archetypes. Now, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാരഗ്രാഫിൽ വന്ന ഒരു കാര്യമുണ്ട്, അതായത് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു ബേസിക് ഐഡിയ. ആൻഡ് അതിൻ്റെ ബേസ് അതുപോലെ ഈ ഫ്രൈ എഴുതിയിട്ടുള്ളത് എസ്സേയിസ്റ്റ്, ഹിസ് പ്രൊഡീജിയസ് ഔട്ട്പുട്ട് ഓഫ് എസ്സേസ് ആൻഡ് ബുക്സ്. This early essay is representative of and wholly consistent with his theory of archetypes. ഇത് ആർക്കിടൈപ്പിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എസ്സേയാണ്. Dealt with more fully in his Anatomy of Criticism. That's a book. Like Aristotle, Fry is a supreme systematizer, attempting nothing less than the creation of a new and comprehensive poetics of criticism. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഒരു പോയറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഒരു ദ വേ ഓഫ് അനലൈസിങ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാജഡി എന്ന് പറയുന്ന ഒരു റാന എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു റാനയിലൊരു സബ് കാറ്റഗറി. അതിനു വേണ്ടിയിട്ടാണ് ഹി ഹാസ് സ്പെൻഡ് ദ ഹോൾ ബുക്ക് ഫോർ ദി ഡിസ്കഷൻ, ഹൗ ഇറ്റ് ഷുഡ് ബി, ഹൗ ഇറ്റ് ഷുഡ് നോട്ട് ബി, ഹൗ ടു അപ്രോച്ച് ദിസ് പാർട്ട്, ദാറ്റ് പാർട്ട്. ഇത്രയും സിസ്റ്റമാറ്റിക്കലാണ്. ഇൻ ഫ്രൈ വി ക്യാൻ സീ ദ സെയിം കൈൻഡ് ഓഫ് അപ്രോച്ച് ആൻഡ് പ്രിസിഷൻ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫ്രൈയും തൻ്റെ ആർഗ്യുമെൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത്. So that's a kind of poetics of criticism. Poetic of criticism, he tries to come up with Fry, a systematic structure of knowledge. A systematic എന്ന് പറയുന്ന ടേമിന് at no point in the discussion of criticism or in the mode of criticism we can stay away from. എവിടെയും അതിനെ മാറ്റി നിർത്താനില്ല. സോ അത് സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ക്രിറ്റിസിസം ആവുന്നുള്ളൂ. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ കമൻറ്ററി. നമ്മളൊരു മൂവി കണ്ടിട്ട് പറയുന്ന ചില കമൻസ് ഉണ്ട്, അതിനോളം മാത്രമേ അത് വരുള്ളൂ. സംടൈംസ് വി ക്യാൻ ഈവൻ മേക്ക് അവർ കമൻറ്ററി ഓൺ ദ മൂവി ഇൻ എ വെരി സിസ്റ്റമാറ്റിക് മാനർ. ദെൻ ഇറ്റ് കംസ് ആസ് എ ക്രിറ്റിസിസം. അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ കോഫി ഷോപ്പ് ചാറ്റാണ്. അതിൻ്റെ അപ്പുറം ഒന്നും വരില്ല. ആ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇസ് നെസസറി. ആൻഡ് Fry also tries to bring that systematic planning in the discussion of this topic. ആർക്കിടൈപ്പിലായാലും ഈ ഒരു എസ്സേനെയും അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിലാണെന്ന് കാണാൻ പറ്റും. To replace the leisure
ക്ലാസ് കോൺവെർസേഷൻ, ദാറ്റ് ഈസ് ദ ടേം, ദ ലിഷർ ക്ലാസ് കോൺവെർസേഷൻ. ഇതുവരെയും അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ലിറ്റററി activity, if we have missed or the generation has missed this, he wanted to replace that leisure class conversation that passes for critical discourse. അതൊരിക്കലും ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിലേക്കോ ക്വാളിറ്റി അഷുറൻസിലേക്കോ അത് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റൈസേഷൻ ദാറ്റ് വാസ് പ്രിഫേർഡ് ബൈ ഫ്രൈയെ ആസ് വെൽ. ഓക്കെ, so his intention is to supply the missing organizing principle for criticism, a central hypothesis. There's missing organizing principle. Something is missing in that. Still, that is not yet. Yes, yet it is to be. അതാണ് എല്ലാവരും വിചാരിക്കുന്നത് ഒരു മിയർ കമൻറ്ററി ഓൺ എ ലിറ്റററി വർക്ക് ആഫ്റ്റർ റീഡിങ് എ ലിറ്റററി വർക്ക് ഓർ എ ഡിസ്കോഴ്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി. A commentary is more than enough. What we come across, okay, fine, let me comment on that. I have read that novel, I have read that poem, so just let me comment on that. This is not enough. And so this is kind of a central hypothesis that will put into perspective various partial or fragmentary critical approaches. So he wants to have that critical approaches to be will put into perspective various partial or fragmentary critical approaches. ഇങ്ങനെയാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഫ്രാഗ്മെൻ്ററി? അതായത് നമ്മൾ ഈ ഒരു എസ്സേയുടെ ഒരു ടൈം പീരീഡ് ഓർമ്മിക്കണം, 1951. ഒരുപാട് ലിറ്റററി മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ തിയററ്റിക്കൽ മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. അത് ക്രിറ്റിസിസത്തിലേക്ക് എടുക്കപ്പെടുന്നുണ്ട്, അത് ഇൻകോപ്പറേറ്റഡ് ആവുന്നുണ്ട്. ഫോർ ദ സേക്ക് ഓഫ് ഹാവിങ് ലിറ്റററി അനാലിസിസ് ഓർ ക്രിറ്റിസിസം, most of the movements were incorporated or made use. അതിലെ മൂവ്മെൻറ്റ്സിൽ പല കാര്യങ്ങളും തിയറിയിലേക്ക് കൊണ്ടുവന്നു, ലിറ്റററി തിയറിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ലിറ്റററി തിയറി ക്രിറ്റിസിസവുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പല വർക്ക്സിൻ്റെ അനാലിസിസിന് യൂസ് ചെയ്യുന്നു. അതുവരെ ഇല്ലാത്ത പുതിയ കോൺസെപ്റ്റ്സുകളും പുതിയ റീഡിങ്സും വരുന്നു, ന്യൂ റീഡിങ്സ്. ഓൾ ദോസ് വർ കമ്മിങ്. ആക്ച്വലി 1951 എന്നൊക്കെ പറയുമ്പോൾ 1950 ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ലിറ്റററി ആക്ടിവിറ്റീസിനെക്കാട്ടും കൂടുതൽ ക്രിട്ടിക്കൽ അനാലിസിസ് ആക്ടിവിറ്റീസ് നടന്ന കാലമാണ്. പക്ഷെ അവിടെയും ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിപ്പോയി എന്ന് തോന്നുന്ന ക്രിറ്റിസിസം, അതിനെയാണ്, അതായത് എല്ലാവരും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ എ കൈൻഡ് ഓഫ് അതിനൊരു പൂർണ്ണ രൂപം കൊടുക്കാൻ അന്നും, അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സിൻ്റെ പിന്നാലെ പായുന്ന ഒരു ടൈമാണ്. ഈവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പം പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞൊരു ടെൻഡൻസിയോട് എന്തുകൊണ്ടാണ് ഒരു ഫാസിനേഷൻ വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓൾമോസ്റ്റ് ഫെഡ് അപ്പ് വിത്ത് ന്യൂ ക്രിറ്റിസിസം. അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അതായത് ന്യൂ ക്രിറ്റിസിസം മടുത്തു. അപ്പോൾ പുതിയ ഒന്ന് കാണുമ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഈ ഒരു ലിറ്റററി ഇൻ്റലിജൻഷ്യ ദേ വർ ലൈക്ക് ജമ്പിങ് ഫ്രം വൺ ടു അനദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഗ്മെൻ്ററി നേച്ചർ വി കുഡ് സീ ഇൻ എവറി പാർട്ട് ഓഫ് ക്രിറ്റിസിസം. ഇതിനെ എങ്ങനെയാണ് ഒരു കോംപ്രിഹെൻസീവ് സ്ട്രക്ചർ, ഒരു കൃത്യമായൊരു പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു അറ്റംപ്റ്റ് നമുക്ക് ഫ്രൈയിൽ നന്നായിട്ട് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ, ദ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ. The Archetypes of Literature, paragraph number 3. To study the principles of literary form, Fry relies heavily on both the insights and the methods of anthropology. Indeed, he calls the search for archetypes a kind of literary anthropology. That means, ഈ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് ഒരു റിക്കറിങ് പാറ്റേൺ ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ബൈ ഡെഫിനിഷൻ അത് റിക്കറിങ് പാറ്റേൺസ് ആണ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി നാഷണൽ ഓർ ജിയോഗ്രഫിക്കൽ എനി അതർ ലിംഗ്വിസ്റ്റിക് ബൗണ്ടറീസ്, പലയിടത്തും ഒരേ തരത്തിൽ റിക്കർ ചെയ്യുന്ന ഇമേജസ് ലൈക്ക് സാക്രിഫൈസിങ് മദർ, ഇങ്ങനെയുള്ള ഇമേജസ് ഉണ്ട്. അതിന് പല ലിറ്ററേച്ചറിൽ, പല ലാംഗ്വേജസിൽ, പല ടൈപ്പ് ജാൻറയിൽ നമ്മൾ കാണുന്ന ഇമേജസ് ഇങ്ങനെ റിക്കർ. അപ്പോൾ ആ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആന്ത്രപ്പോളജിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഫ്രൈ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ലിറ്റററി ആന്ത്രപ്പോളജി എന്തുകൊണ്ടായിരിക്കും, അതിനൊരു മെത്തേഡ്സ് ഓഫ് ആന്ത്രപ്പോളജി ഹി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് ഇൻസൈറ്റ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആന്ത്രപ്പോളജി. അപ്പോൾ അത് മാത്രമല്ല
ആ ആർക്കിടൈപ്സിന് വേണ്ടിയുള്ള ആ ഒരു സെർച്ചിന് ഹി കോൾസ് ദ സെർച്ച് ഫോർ ആർക്കിടൈപ്സ് എ കൈൻഡ് ഓഫ് ലിറ്റററി ആന്ത്രപ്പോളജി. അതായത് മനുഷ്യ മനസ്സുകൾക്കാണ് ഈ ഒരു റിക്കറിങ് ഈ മിത്സ് പോലും ഒരു നമ്മുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ കൺവീനിയൻസിലാണ് ക്രിയേറ്റഡ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾക്കത് വേണം. ഇൻ വൺ വേ ഓർ അതർ വി നീഡ് ഇറ്റ്. ഇൻ വൺ ക്യാരക്ടർ ഓർ അതർ വി സീ ദ സെയിം ഇമേജറീസ്. അപ്പോൾ ഇത് ഒന്നിൽ സ്കേപ്പ് ഗോട്ട് ഇമേജറി ആയാലും ഇതൊക്കെ ഇങ്ങനെ റിക്കറിങ് പാറ്റേൺസ് ആയതുകൊണ്ടാണ് ആർക്കിടൈപ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആസ് എ ലിറ്റററി ആന്ത്രപ്പോളജിസ്റ്റ് ഹി റിലേറ്റ്സ് നാററ്റീവ് ടു ദ ക്രിയേഷൻ ഓഫ് റിച്വൽസ്, ഇമേജറി ടു മോണുമെൻറ്റ്സ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഇൻസൈറ്റ്സ്. അതാണ് ഈ പറയുന്ന ഓരോ റിച്വൽസും ഇതൊക്കെയും ഹ്യൂമൻ മൈൻഡ് സെറ്റിൻ്റെ ഒരു തരം ചേസാണ്. ടു ഫോളോ എ പാറ്റേൺ. ആ പാറ്റേൺ നമ്മൾക്കൊരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു കൺവീനിയൻസ് ഓർ ഇറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് കംഫേർട്ട്, ഇറ്റ് ബ്രിങ്സ് എ കൈൻഡ് ഓഫ് കംഫേർട്ട് ആൻഡ് റിഥം ടു നാച്ചുറൽ സൈക്കിൾസ് ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ ആ നാച്ചുറൽ സൈക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്റററി കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്റററി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അല്ല അതിൻ്റെ ബേസിസിൽ നമ്മൾ അപ്പം ഒരു ചില സൈക്കിൾസ് വെതർ സൈക്കിൾസിന് റിലേറ്റ് ചെയ്തിട്ട് അപ്പം മഞ്ഞാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. സമ്മർ എന്നുള്ളത് വേറൊന്നിനു വേണ്ടി ഒരു സിഗ്നിഫൈ ചെയ്യുന്നു. അപ്പോൾ അതായത് ഈവൻ ഹ്യൂമൻ കംഫേർട്ടിനെയും ഡിസ്കംഫേർട്ടിനെയും പോലും സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി കാലാവസ്ഥകളെ യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു തരം സൈക്ലിക്കൽ പാറ്റേൺ മോഡലിൽ പോവുകയാണ്. ആൻഡ് സോ ഫോർത്ത്. ദിസ് ഇസ് സെൻട്രൽ മിത്ത് ഓഫ് ഓൾ ലിറ്ററേച്ചർ ഹി ഐഡൻറ്റിഫൈസ് ആസ് ദി ക്വസ്റ്റ് മിത്ത്, seen in 4 distinct phases that correspond to 4 aspects of cyclical recurrence. അതുപോലെ ഇപ്പോൾ സൈക്ലിക്കൽ റിക്കറൻസ് വെതർ അത് ചിലപ്പോൾ എന്താണ് ക്ലൈമാറ്റിക്കൽ ആ ഒരു ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കോൺസെപ്റ്റിൽ വിൻ്റർ ഇതാണ്, സമ്മർ ഇതാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം അത്രയും പോലും നമ്മളൊരു തരത്തിൽ അത് സൈക്ലിക്കലായിട്ട് അതിനെ തന്നെ ഫോളോ ചെയ്യാനുള്ള കറസ്പോണ്ട് ചെയ്തുകൊണ്ട് അതിനെ ആലോചിക്കാനുള്ളൊരു tendency that we can see in the human mindset. അപ്പോൾ അതൊരു ക്വസ്റ്റ് മിത്തായിട്ടാണ്. എവറി ടൈം വി ആർ ബിഹൈൻഡ് സംതിങ്. In his reordering of all literature from epics to comic strips according to this classification, Fry's system is clearly not bound by any sense of historical continuity or development. അതാണ് ഈവൻ പലതരത്തിലുള്ള ലിറ്ററേച്ചറിനെ, അതായത് കോമഡി, ട്രാജഡി, ഇതിനെയൊക്കെയും ഈ സൈക്ലിക്കൽ പാറ്റേണുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലും അത് ഈ എസ്സേയിൽ തന്നെ അത് വരുന്നുണ്ട്. ഇറ്റ് വിൽ കം ഇൻ ദ എസ്സേ. അപ്പം അവിടെ എന്താണ് അതിനൊരിക്കലും ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഡെവലപ്മെൻറ്റുമായിട്ടല്ല കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏത് കാലത്തുള്ള ഹ്യൂമൻ റേസിനും ഈ ഒരു ടെൻഡൻസി, വെദർ ദേ ബിലോങ് ടു ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഇതൊന്നുമല്ല ഇതിൽ. ഒരു ഹ്യൂമൻ ബീയിങ്സ് ഇൻ ജനറൽ, ദേ ആർ കോൺഷ്യസ്നെസ് ഇൻ ജനറൽ. നമ്മളിപ്പോൾ ഈവൻ വിത്ത് ജിയോഗ്രഫിക്കൽ ഡിഫറൻസസ് വി ക്യാൻ സീ അബൌട്ട് ഹ്യൂമൻ ഫോംസ് ഡിഫറിങ്. ഹൗ എൻ ഇന്ത്യൻ ഡസൻ ലുക്ക് ലൈക്ക് എ ചൈനീസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദം ഈവൻ ജസ്റ്റ് വിത്ത് ദെയർ അപ്പിയറൻസ്. അറ്റ്ലീസ്റ്റ് കളറ് മാത്രമൊന്നും അല്ലല്ലോ, ഈവൻ ദ ഫോംസ് ആർ ഡിഫറെൻറ്റ്. ഇപ്പോൾ എല്ലാവരുടെ ഒരു ഷേപ്പ് ഓഫ് ദെയർ നോസ് or eyes, the way their eyes are, it's not like that of Indians or even like that of Britain. It's not just about the skin color. വെസ്റ്റേണേഴ്സിൻ്റെ പോലെയുമല്ല, ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതിലൊന്നും പെടാത്ത അങ്ങനെയുള്ള ഡിഫറൻസ് ഹിസ്റ്റോറിക്കൽ അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്നവർക്കൊക്കെയും മനസ്സിലുള്ള അവരുടെ ഒരു കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഒരു ഇൻ സെർച്ച് ഓഫ് ക്വസ്റ്റോ ലൈക്ക് എ പാറ്റേൺ ദേ ആർ ഇൻ സെർച്ച് ഓഫ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡിഫറൻസസ് ഓഫ് ദീസ് കൈൻഡ്സ്. ഇതെല്ലാം എക്സ്റ്റേണൽ ഡിഫറൻസസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പറയാം. His ideas on literary history should be compared with those of Eliot, who also posits a non-chronological view of the existing monuments of literature. അതാണ് അതിൽ ക്രൊണോളജി ഇല്ല. അങ്ങനെ ക്രൊണോളജിക്കലി പറയുമ്പോൾ ഇപ്പം ആർക്കിടൈപ്സ് ഓഫ് 16th century, ആർക്കിടൈപ്സ് ഓഫ് 17th century, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആർക്കിടൈപ്സ് ഓഫ് ഹ്യൂമൻ ആന്ത്രപ്പോളജിക്കൽ ഒരു എക്സിസ്റ്റൻസിൻ്റെ ബേസിസിൽ ഹ്യൂമൻ ബീയിങ്സ് ഇൻ ജനറൽ, അത് ഏത് കാലഘട്ടത്തിലായാലും ഇത് ഫോളോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ലാംഗ്വേജ്. ദാറ്റ്സ് വാട്ട് ഫ്രൈ വോണ്ട്സ് ടു പ്രൊമോട്ട് ഓർ വോണ്ട്സ് ടു ഹൈലൈറ്റ് ഇൻ ദിസ് പാർട്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ഈ എസ്സേയിൽ തന്നെ നമ്മൾ കാണും. വിൽ കം അക്രോസ് ദാറ്റ്. എങ്ങനെയാണ് കോമഡീനെ ഏത് സൈക്ലിക്കൽ ടൈമായിട്ടുമാണ് പിന്നെ കാണിക്കുന്നത്,
അപ്പോൾ ഇങ്ങനെ നമുക്കതിൽ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതെന്തുമാത്രം എങ്ങനെയാണത് ഏത് ആൾക്കാർക്കും അത് അക്സെപ്റ്റബിൾ ആവുന്നത്, ഒരു ചിലപ്പോൾ അത് ഒരു വെതറിൻ്റെ ഒരു കംഫേർട്ട് വെച്ചിട്ടായിരിക്കും. ട്രാജഡി ആവുമ്പോൾ കുറച്ചും കൂടി വേറൊരു നമുക്ക് മൊത്തത്തിലൊരു അൺകംഫേർട്ട് തോന്നുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. കോമഡി ആകുമ്പോൾ വേറെ. അപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളതിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രൈയുടെ ഒരു അറ്റംപ്റ്റ് ആണ് ടു കണക്ട് ഇറ്റ് വിത്ത് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജി ഈസ് ഓഫ് കോഴ്സ് റിലേറ്റഡ് വിത്ത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്, ഹ്യൂമൻ ഇവല്യൂഷൻ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അണ്ടറിൽ തന്നെ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് അണ്ടർ ദി ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈയെ ശ്രമിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ വിത്ത് ദാറ്റ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ്, Archetypes of Literature, paragraph number 4. Because Frei's attempts to organize a systematic and comprehensive critical theory involve him in schematics, charts and maps with the classifications and subclassifications that tend to get increasingly baroque, he has himself been called a poetic mythmaker and not a scientist. And indeed his work, which is both bold and imaginative, has had a strong and continuing influence on criticism, as much for the strikingly suggestive quality of his style as his ideas. ഇവിടെ എന്താണ് ഒരു ഓർഗനൈസ് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റാണ് വി ക്യാൻ സീ ഓൺ ദി പാർട്ട് ഓഫ് ഫ്രൈ. ബിക്കോസ് നമുക്കറിയാം ഇതിനെ പാറ്റേൺ ആക്കുന്നു, അല്ലെങ്കിൽ ആർക്കിടൈപ്പിൻ്റെ ബേസിസിലായാലും മിത്ത് ക്രിറ്റിസിസം അതിലേക്കൊക്കെയും ലീഡ് ചെയ്യുമ്പോഴും ഒരു പാറ്റേൺ സ്കീം ഓർഗനൈസ്ഡ് ആണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അതായത് ദ വേ ഹി ഓർഗനൈസസ് ദീസ് ഡീറ്റെയിൽസ്, ഈ പാറ്റേൺസിനെ ആയാലും ആർക്കിടൈപ്സിനെ ആയാലും അതിൻ്റെ ഐഡിയാസിനെ ആയാലും ചെയ്യുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ not a science, and indeed his work, which is both bold and imaginative, has had a strong and continuing influence on criticism, as much as for the strikingly suggestive quality of his style as his ideas. A frequently voiced criticism of the archetypal approach is that it ultimately tends to wash out the specifics of individual works in favor of the universals charted in the larger patterns. അവിടെയാണ് ഒരു ആർക്കിടൈപ്പൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ് ദറ്റ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ടെൻസ് ടു വാഷ് ഔട്ട് ദി സ്പെസിഫിക്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ വർക്ക്സ് ഇൻ ഫേവർ ഓഫ് ദി യൂണിവേഴ്സൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്നിടത്ത് വരുന്ന കോൺസെപ്റ്റ് യൂണിവേഴ്സലാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്ത്യൻ മാൻ, അമേരിക്കൻ മാൻ, ബ്രിട്ടീഷ്, അങ്ങനെയല്ല. ഇവിടെ യൂണിവേഴ്സാലിറ്റിയുടെ ഒരു കാര്യം നമുക്ക് ആന്ത്രപ്പോളജിയിൽ എവറി ടൈം വി ക്യാൻ സി. അപ്പം അതേപോലെ ഈ ആർക്കിടൈപ്പൽ അപ്രോച്ചും അങ്ങനെ തന്നെയാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സ്, ഹ്യൂമൻ മൈൻഡ് സെറ്റ്, ഹ്യൂമൻ കോൺഷ്യസ് ഇൻ ജനറൽ. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ അൺകോൺഷ്യസും അതുപോലെ കലക്റ്റീവ് അൺകോൺഷ്യസും എന്ന് പറയുന്ന ഡിസ്കഷൻ ഓൾറെഡി തന്നെ അത് ശരിക്കും ഫ്രൈയിലല്ല, യോങ്ങിലാണ്. യോങ്ങാണത് ഫ്രോയിഡിയൻ കോൺഷ്യസിൽ, അതായത് അൺകോൺഷ്യസ് എന്ന് പറയുന്ന പേഴ്സണൽ അൺകോൺഷ്യസിൽ നിന്നുള്ള ഒരു അല്ലെങ്കിൽ വേരിയേഷനായിട്ട് തന്നെ അതിനെ കൊണ്ടുവരുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിന് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് വി ഹാവ് ദി ടെൻഡൻസി ടു ഫോളോ അവർ ഫാസിനേഷൻ ഫോർ സർട്ടേൺ തിങ്സ് ലൈക്ക് ഈ പറഞ്ഞ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ എല്ലാവരും റിഥംസിനോടുള്ള എല്ലാവരുടെയും ഒരു ടെൻഡൻസി, അട്രാക്ഷൻ, ഇതൊന്നും ദീസ് ആർ കോമൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദീസ് ഡിഫറൻസസ് ലൈക്ക് റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ. അങ്ങനെ അത് ഹ്യൂമാനിറ്റി ഇൻ ജനറൽ ഇഫ് യു വോണ്ട് യു ക്യാൻ ടെൽ. നാഷണൽ ബൗണ്ടറീസ് ഇല്ല അതിന്. അങ്ങനെ വരുന്ന ഒരു അവിടെയാണ് ഈ ഒരു യൂണിവേഴ്സൽ നേച്ചർ ഇതിനെങ്ങനെ കൊടുക്കാം, ഈ ഒരു അപ്രോച്ച് ടു ആർക്കിടൈപ്സിനും യൂണിവേഴ്സാലിറ്റി എങ്ങനെ കൊടുക്കാം. അതായത് ഇൻഡിവിജ്വൽ വർക്ക്സിനെ അല്ല, ഇൻഡിവിജ്വാലിറ്റീനെ കാട്ടിലും അത് ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഐഡിയ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. then it's worth considering whether in actual practice his classification does tend to stress the system at the expense of particular uniqueness. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ആക്ച്വൽ പ്രാക്ടീസ്, ദിസ് ക്ലാസിഫിക്കേഷൻ ഡസ് ടെൻഡ് ടു സ്ട്രെസ് ദ സിസ്റ്റം അറ്റ് ദി എക്സ്പെൻസ് ഓഫ് പർട്ടിക്കുലർ യുണീക്നെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമായിട്ട് അതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ
യുണീക്നെസ്, പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വാലിറ്റീനെക്കാട്ടിലും ഫോക്കസ് ചെയ്യുക എവിടെയായിരിക്കണം, ഒരു കോമൺ ഹ്യൂമൻ കോൺഷ്യസ്നെസ്, ഹ്യൂമൻ കോൺഷ്യസ് ഇൻ അൺകോൺഷ്യസ് ഓർ കോൺഷ്യസ് ഇൻ ജനറൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, യൂണിവേഴ്സാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ ഇൻഡിവിജ്വാലിറ്റിയെക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെ കളക്റ്റീവ്ലി പറയുമ്പോൾ വി ക്യാൻ ടോക്ക് അബൌട്ട് ദീസ് ആർക്കിടൈപ്സ് മോർ സ്പെസിഫിക്കലി ആൻഡ് മോർ പ്രിസൈസ്ലി. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, പാറ്റേൺ ഇത് റിക്കർ ചെയ്യണമെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ മാത്രം, ഇന്ന ആൾക്കാരിൽ മാത്രമെന്ന് പറയുമ്പോഴുള്ളതിനേക്കാളും ഹ്യൂമൻ റേസ് ഇൻ ജനറൽ ദേ ആർ ഫോണ്ട് ഓഫ് പാറ്റേൺസ്. അത് അങ്ങനെ പല രീതിയിൽ അവരുടെ ലിറ്ററേച്ചറിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഇൻ ദ അനാലിസിസ്. അതൊരു ക്രിറ്റിസിസമായിട്ട് എടുക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ, അതായത് ഒരു ആർക്കിടൈപ്പൽ ക്രിറ്റിസിസമായിട്ട് വരുമ്പോഴും ഇത് ഒരുപാട് ലിറ്റററി സ്റ്റഡീസിന് ഹെൽപ്ഫുള്ളാണ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദ ഫോർത്ത് paragraph of the Archetypes of Literature by Northrop Frye.